RSSനെ ഫ്യൂച്ചറിൽ ടെറർ ഓർഗനൈസേഷനായിട്ട് അമേരിക്ക ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. നമസ്കാരം. അമേരിക്ക ഈ ലോകത്ത് കളിക്കുന്ന കളി എന്താണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. പ്രത്യക്ഷമായി അവർ കളിക്കുന്ന കളികൾ കണ്ടിട്ടാണ് പലരും അഭിപ്രായം പറയുന്നത്. അമേരിക്ക ഓന്തിന്റെ നിറമാണെന്നും ഏത് നിമിഷവും അവർ നിറം മാറുന്നു, അവരുടെ തീരുമാനം മാറ്റുന്നു, അവരുടെ താല്പര്യത്തിനനുസരിച്ച് പോകുന്ന അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക താല്പര്യത്തിന് അനുസരിച്ചിട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അവിടെ ഏത് ഭരണാധികാരി വന്നാലും അങ്ങനെ തന്നെ. ഇന്ത്യ ആയാലും ശരി, ഇറാൻ ആയാലും ശരി, ഇസ്രായേലും ശരി, ആരായാലും ശരി, അവർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം അവർ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ അവർ തിമിർക്കും. അതാണ് അവരുടെ ശീലമൊന്നും മനസ്സിലാകുന്നിട്ടാണോ ചില വീഡിയോകൾ പറയുന്നത്? അച്ചായന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അച്ചായൻ പറയുന്നത് ഇന്ത്യയില് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നേരത്തെ അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കായിരുന്നു. പക്ഷെ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വളർന്നു തന്നെ വരും. നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ ആ ഭാഗത്തൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടി വരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ പോയി അവിടെ പെന്തക്കോസ്റ്റ് ചർച്ചുകളാണ്, അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളും അനുയായികളും വിശ്വാസികളുമാണ് കൂടുതൽ. ഇന്ത്യയും അതിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാകും എന്നായിരിക്കും ഒരുപക്ഷെ അച്ചായൻ ഉദ്ദേശിക്കുന്നത്. അതിന് അച്ചായൻ പറയുന്നത് അമേരിക്ക RSSനെ നിരോധിക്കുന്ന. അച്ചായൻ പറയുന്നത് ഇന്ത്യയില് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, RSSും സംഘപരിവാറും BJP മോദി ഭരണകൂടത്തിന്റെ കീഴില് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അമേരിക്ക നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നും അമേരിക്ക അതിന് പ്രതികാരം ചെയ്യുമെന്നും അതിനെതിരെ RSSനെ ഒക്കെ അമേരിക്ക നിരോധിക്കാൻ പോകുന്നെന്നും ഇവിടുത്തെ RSSന്റെ പ്രതിനിധികൾ ആരും തന്നെ ഇനി അമേരിക്കയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് അങ്ങോട്ട് ചെന്ന് ഇറങ്ങണമെങ്കിൽ പിടിച്ചകത്തിടുമെന്നൊക്കെയാണ് പറയുന്നത്. RSSനെ ഫ്യൂച്ചറിൽ ടെറർ ഓർഗനൈസേഷനായിട്ട് അമേരിക്ക ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഒരു ചുക്കും RSSനെ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അമേരിക്കയാണ്. അമേരിക്ക ആയതുകൊണ്ട് RSSനെ എന്നല്ല, ഒന്നിനെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ചെയ്യുമെന്നവർ പറയും, അവർ ഒരു പക്ഷെ ചെയ്യും. അമേരിക്കയ്ക്കുള്ളിൽ ചെയ്യും. അമേരിക്കയ്ക്കുള്ളിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നിയാൽ അവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രം. മറ്റു രാജ്യങ്ങളിൽ RSS എന്നല്ല, ISS എന്നല്ല, ആര് എങ്ങനെയൊക്കെ കിടന്ന് തലകുത്തി നിന്നാലും, ആ രാജ്യം എങ്ങനെ ചീഞ്ഞു പോയാലും എങ്ങനെ നശിച്ചു പോയാലും അതൊക്കെ കണ്ട് രസിക്കുന്ന ഒരു ഭരണകൂടമാണ് അമേരിക്ക എന്ന് അറിയാഞ്ഞിട്ടല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ എന്റെ അച്ചായ, ക്രിസ്ത്യാനികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് നെഞ്ചു പൊട്ടിയിട്ട് RSSനെ നിരോധിക്കുന്നെങ്കിൽ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനിൽ എന്തേ ക്രിസ്ത്യാനികളില്ലേ? അവിടുത്തെ ഒരു നല്ലൊരു ന്യൂനപക്ഷം അല്ലേ ക്രിസ്ത്യാനികൾ? നിങ്ങൾ ഇടുന്ന ബോംബുകളുണ്ടല്ലോ, ഏത് അമേരിക്ക? അച്ചായനോട് ചോദ്യം, അമേരിക്ക ഇടുന്ന ഈ ബോംബുകൾ ആ ക്രിസ്ത്യാനിയുടെ മേലല്ലേ ചെന്ന് വീഴുന്നത്? ആണോ? ഇനി ഒന്നും കൂടെ നോക്കാം. ഇവിടെ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം ഏതാ? ഇസ്രായേൽ കഴിഞ്ഞാൽ എന്റെ അറിവിൽ പെട്ടെടുത്തോളം ഏറ്റവും കൂടുതൽ ജൂതന്മാർ വസിക്കുന്ന, വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ വസിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഈ ഇസ്രായേൽ തൊടുത്തുവിടുന്ന ബോംബുകളും മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും എല്ലാം ചെന്ന് വീണ് മരിച്ചു പോകുന്ന മുഴുവൻ മുസ്ലിങ്ങളാണെന്നാ കരുതിയേക്കണേ? ആണോ? അവിടെയുള്ള ജൂതന്മാരെയല്ലേ കൊന്നുകൊണ്ടിരിക്കുന്നത്? ഇനി ഗസേന്റെ കാര്യം എടുക്കാം. ഗസയില് നമ്മൾ ഇസ്രായേൽ കൊടുത്തോണ്ടിരിക്കുന്നത്, അവിടെ ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങളെ മണ്ടേല. അവിടെ മുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പൊ മതമല്ല ഇവിടുത്തെ വിഷയം. മതമാണെന്ന് അച്ചായന് തോന്നുകയാണ്. അത് അച്ചായന് അമേരിക്കയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ 2-3 മാസമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ബജറാങ് ദളിനെ അമേരിക്ക, അതായത് ഉപരോധം, സാങ്ഷൻ ഇമ്പോസ് ചെയ്യും ഇന്ത്യയിൽ ഈ നടക്കുന്ന വയലൻസ്, പ്രത്യേകിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെ. മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെ വയലൻസ് നടന്നാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ നടന്നാലല്ലേ പാകിസ്ഥാനെ ഇതിനകത്ത് ഇടപെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെ നടന്നാലല്ലേ അമേരിക്കയ്ക്ക് പാകിസ്ഥാനും ആയുധങ്ങൾ വിൽക്കാൻ പറ്റും. അങ്ങനെ നടന്നാലല്ലേ ആ പേരും പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ മുതലെടുക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയിൽ ഭീകരവാദവും തീവ്രവാദം വളർത്തുന്നതില് പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാ? അവർ തന്നെയല്ലേ, അമേരിക്ക തന്നെയല്ലേ. ഇന്ത്യ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആരാ? ഇന്ത്യ എങ്ങനെ തകർക്കാൻ പറ്റുന്നേ? ഇന്ത്യയെ തകർക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ മതവിഭാഗീയത അല്ലെങ്കിൽ വർഗീയത പടർത്തി ആ വിഷം പതച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ പറ്റൂ. പോപ്പുലേഷൻ അത്രത്തോളം ഉണ്ടേ. ശരിക്കും ഇവിടെ അച്ഛൻ പറയേണ്ടിയിരുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തെയായിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ വർഗീയത വളർത്തി ഒരു പരുവത്തിലാക്കുന്ന, എന്നാൽ ഒരുതരം വർഗീയതമില്ലാത്ത ഒരു ഭരണമാണ് ഇവിടെ. രണ്ടും കൂടി പറയേണ്ടി വരികയാണ്. അച്ഛൻ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞുതരാം. ഇവിടെ ഈ BJP ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്നു, പച്ചയ്ക്ക് അങ്ങ് പറയാം.
RSS ആണല്ലോ അതിന്റെ മൂത്താപ്പ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഹിന്ദു മുസ്ലിം വർഗീയത പറഞ്ഞുകൊണ്ടാണല്ലോ വോട്ട് കൂടുതൽ കിട്ടണേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ആ പശ്ചാത്തലം അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇവിടെ പച്ച വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങേണ്ടി വരുന്നത്? മുസ്ലിമിന് അനുകൂലമായി പറഞ്ഞാൽ എത്ര ശതമാനം വോട്ട് കിട്ടും? ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ബാക്കിയുള്ളവർക്ക് വോട്ട് കൊടുക്കും. ആരാണോ വർഗീയത പറയുന്നത് അവർക്ക് വോട്ട് കൊടുക്കും. അതായത് ഇവിടെ ഭരണം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ വർഗീയത പറയേണ്ട ഒരു ഗതികേടിലാണ്. അച്ചായൻ പറയുന്നുണ്ടല്ലോ, ഇവിടെ ക്രിസ്ത്യാനികളെ അങ്ങ് ഭരണകൂടം RSSഉം സംഘപരിവാറും അങ്ങ് പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നു, മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിൽ ഇവിടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ നിയമ പരിരക്ഷകൾ, ആനുകൂല്യങ്ങൾ അതിനു മുമ്പുള്ള ഏതെങ്കിലും സർക്കാർ, ഏത് സർക്കാർ ആയിക്കോട്ടെ, ഇനി BJPയോ അല്ലെങ്കിൽ ജനതാദളോ ഇനി ഇടതുപക്ഷം അനുകൂലിക്കുന്ന വേറെ ഏതെങ്കിലും പാർട്ടികളോ കോൺഗ്രസോ ആരും ആയിക്കോട്ടെ, ആരെങ്കിലും ഇത്രയധികം നടപ്പിലാക്കിയിട്ടുണ്ടോ? അപ്പോ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കത്തോണ്ടല്ല, മറ്റെന്തോ ആണ് സംഗതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടുത്തെ വർഗീയത എന്ന് പറയുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അവർ അത് ഈ രാജ്യം കത്തിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. പക്ഷെ അണികളായിട്ടുള്ള ഒരു വിഭാഗം അങ്ങനെ ഇട്ട് കത്തിക്കുന്നു, അത് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതേ ഉള്ളൂ. അതിൽ അമേരിക്ക സന്തോഷിക്കുക ചെയ്യുക. കാരണം ഇവിടെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കയറി ചൊറിയാൻ പറ്റുമോ? പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ വളരെ കൺഫേം ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അല്ല, വെറുതെ ചാടിക്കേറിയൊന്നും ഉണ്ടായതൊന്നും അല്ല ഇത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് തന്നെയാണ് അച്ഛൻ ഞാൻ പറഞ്ഞത്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ അച്ഛൻ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇതിനു മുമ്പ് NDA അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, മോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് എന്തായിരുന്നു അമേരിക്ക പറഞ്ഞിരുന്നേ? എന്താ പറഞ്ഞിരുന്നേ? മോദിക്ക് വിസ നിഷേധിച്ചിരുന്ന ഒരു രാജ്യമല്ലേ അമേരിക്ക? ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അമേരിക്കയിലേക്ക് നരേന്ദ്രമോദിക്ക് പോകാൻ പറ്റുമായിരുന്നോ? എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയ ശേഷം അന്നത്തെ ആ ഒരു സിറ്റുവേഷന് മാറ്റം വന്നോ? അതോ കൂടുതൽ ഗുരുതരമായോ? അപ്പൊ കൂടുതൽ ഗുരുതരമായപ്പോ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴിപ്പെടും, അല്ലെങ്കിൽ വഴിപ്പെടുത്താമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മോദിക്ക് വിസ അങ്ങോട്ട് കൊടുത്തു. അതുവരെയുള്ള എല്ലാ നിയന്ത്രണങ്ങളും മാറ്റി. അതാണ് ഉണ്ടാകല്. ഈ RSSനെ നിരോധിച്ചു കളയും എന്ന് പറയുന്നതൊക്കെ അത് വെറും ഒരു പ്രചരണം മാത്രമാണ്. ട്രംപിനെ ഒന്നും നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇന്ന നിലയ്ക്ക് മാറി. ഇപ്പൊ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞെന്താ, ഞങ്ങളിത് 4 ദിവസം കൊണ്ട് ഇറാനെ മൂക്കിൽ ഒലിക്കുമെന്ന് പറഞ്ഞു. ഇറാന്റെ ഭരണാധികാരികളും നേതൃനിരയിലുള്ളവർ മുഴുവൻ തീർന്നിട്ടും ഇറാന്റെ അടി നിൽക്കണില്ല. ഓരോ ദിവസം കഴിയുന്നവർ കൂടി വരിക. ഒരു ഗതിയില്ല, പരഗതിയും ഇല്ലാത്ത അവസാനം അമേരിക്ക നാട്ടുകാരോട്, അതായത് അവരുടെ സഖ്യരാഷ്ട്രങ്ങളോട് അഭയം ചോദിച്ചു, നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് വരി, എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തിരിഞ്ഞു വെക്കോ? അതായത് അമേരിക്കയുടെ ഈ കള്ളക്കളി, അവരുടെ കച്ചവട കൊതി, ആയുധ കച്ചവട കൊതി, അത് ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന എന്ത് സാഹചര്യമാണോ ആ സാഹചര്യത്തെ മുതലാക്കിക്കൊണ്ട് നടക്കും. ഇപ്പൊ വെനിസുലയിലെ എണ്ണ കണ്ടോണ്ടല്ലേ അവിടെ കയറി കലക്കിയത്. ഇപ്പോഴത്തെ എണ്ണയുടെ അവസ്ഥ എന്താ? ഇപ്പൊ ഇറാനിൽ കയറി അടിക്കുന്നത് എന്തുകൊണ്ടാ? ഇറാന്റെ കയ്യിൽ എന്തെങ്കിലും ഒലക്ക ഉള്ളത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇറാഖിൽ എന്തൊക്കെ ഒലക്ക ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയാൽ എന്തെങ്കിലും കിട്ടിയോ? അപ്പോൾ അച്ഛനാണ് ഈ കാര്യം തിരുത്തേണ്ടത്. കാര്യം അമേരിക്ക അവരുടെ ഉദ്ദേശം ഒന്നും വേറെ, അവർ പറയുന്നത് വേറെ, പ്രവൃത്തി വേറെയാണ്. അവരുടെ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ ഏത് നിമിഷവും അവർ മാറ്റി പറയും. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ, ഈ ഭരണകൂടത്തെ അവർക്ക് സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ RSSനെ സ്വാധീനിച്ചാലേ പറ്റുള്ളൂ. RSS ആണല്ലോ ഇതിന്റെ ഒക്കെ കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെ അവോയ്ഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇവിടെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു, അതുകൊണ്ട് RSSനെയും അതുപോലെ ബാക്കിയുള്ളതിനെ നിരോധിച്ചു കളയെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഇവിടുത്തെ ക്രിസ്ത്യാനി എങ്ങനെ ജീവിച്ചാലെന്ത്, അവരെങ്ങനെ ആക്രമിക്കപ്പെട്ടാലെന്ത്, അവരെങ്ങനെ ചത്തു തുലഞ്ഞെന്ത്? അമേരിക്കയ്ക്ക് ഇത് എന്ത്? അത് ഉണ്ടായിരുന്നെങ്കിൽ ഇറാനിലെയും അതുപോലെ പലസ്തീനിലെയും ഗസയിലെയും ഒക്കെ ഉള്ള ക്രിസ്ത്യാനികൾ അവർ നോക്കൂലേ? എന്താ അതൊന്നും ക്രിസ്ത്യാനികളല്ല, ഒന്നും ജീവനല്ലേ? ഇവിടെ ശരിക്കും അമേരിക്കൻ സ്പൈ ഓപ്പറേഷൻ ഉണ്ട് ഇന്ത്യയിൽ ഓരോ ചർച്ചിലൊക്കെ നടക്കുന്ന ഓരോ അറ്റാക്ക്, പോലീസുകാർ ആൾക്കാരെ വെറുതെ പിടിച്ചോണ്ട് പോകുന്നു, ക്രിസ്മസ് അറ്റാക്ക്, ഇതൊക്കെ അതേപടി അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെക്കാനിസം അറിയാം, അത് എങ്ങനെ ഇത് ചെയ്യുന്നതാണ്. ആ റിപ്പോർട്ടിന് അവർക്ക് ആൾക്കാരുണ്ട് ഇവിടെ. അതെല്ലാം വെച്ചിട്ടാണ്, എവിഡൻസ് മുമ്പിൽ വെച്ചിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത്. ഇനി എങ്ങനെ RSSനെ വിശ്വസിക്കാൻ സാധിക്കും? അച്ഛൻ പറഞ്ഞ കാര്യം ശരിയാണ്. അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ ചാരന്മാരുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ അറിയുന്നുമുണ്ട്. അതേപോലെ ഇറാനിൽ കണ്ടില്ലേ, ഇറാന്റെ
ഭരണാധികാരികൾ എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് മീറ്റിംഗ് കൂടുന്നത് കൃത്യമായിട്ട് എങ്ങനെ ഇസ്രായേൽ അറിഞ്ഞത്? അതിനിടെ തന്നെ അവർക്ക് ജാരന്മാരുണ്ടായി, കൃത്യമായിട്ട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി ആയത്തുള്ള ഖമനയെ അവിടെ കൊന്നുകളഞ്ഞത്. അവരുടെ ബാക്കിയുള്ള മുഴുവൻ ആ മുജ്തബ ഖമേനി നടക്കാൻ ഇറങ്ങിപ്പോയത് കൊണ്ട് മാത്രം, പൂന്തോട്ടത്തിൽ എങ്ങോട്ടോ കുറച്ച് നടന്നുപോയി എന്ന് പറയുന്നുണ്ട്, അങ്ങനെ നടന്നുപോയത് കൊണ്ട് മാത്രം കൊല്ലപ്പെട്ടില്ല, കുറച്ച് പരിക്കുകളോടെ രക്ഷപ്പെട്ടു പോയി. എങ്ങനെയത് അറിഞ്ഞത്? ഇതുപോലെ ചാരന്മാരുണ്ടായിട്ടാ. പക്ഷെ ഈ ചാരന്മാരെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ തങ്ങളുടെ പൗരന് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ജാതിക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. അവിടെ നടക്കുന്ന പിത്തനകൾ എന്തെങ്കിലും ഉണ്ടാക്കി, അവിടെ കലഹങ്ങൾ ഉണ്ടാക്കി, മറ്റെന്തെങ്കിലും ഉണ്ടാക്കി, അല്ലെങ്കിൽ വിഭാഗീയതകൾ ഉണ്ടെങ്കിൽ അത് തങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കി എടുക്കാം, തങ്ങൾക്ക് കാശ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ അവർക്ക് കൊടുക്കാൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ തങ്ങളുടെ ആയുധങ്ങൾ എങ്ങനെ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കാം, അതിനുള്ള അരക്ഷിതാവസ്ഥ എങ്ങനെ അവിടെ ഉണ്ടാക്കിയെടുക്കാം, അവിടെ ആഭ്യന്തരമായിട്ട് എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, എരികേറ്റി നഖം വിടാനുള്ള എന്തെങ്കിലും വകുപ്പുകൾ ഉണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ രാജ്യത്തെ ആൾക്കാരുണ്ടെന്നേ. ഇപ്പൊ പാകിസ്ഥാനിൽ അറിയാലോ, പാകിസ്ഥാൻ അതുപോലെ കാനഡയിലുമൊക്കെ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള, ഇന്ത്യ ശിഥിലമായി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. എന്തേ ഓരോന്ന് തീർന്നു പോയത്? എങ്ങനെ തീർന്നത്? ആരാണ് കൊന്നതെന്ന് അറിയില്ല, എവിടെ നിന്നാണ് വന്ന് കൊന്നതെന്നറിയില്ല, ഒന്നും അറിയില്ല, ആള് തട്ടിപ്പോയി, അത് മാത്രമേ അറിയൂ. അത് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടെന്നേ. അത് അവരുടെ സാമ്പത്തിക താല്പര്യം വളർത്താനും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ വളർത്താനും വേണ്ടിയാണ്. അല്ലാതെ മറ്റു രാജ്യങ്ങളിലെ ആൾക്കാർ എങ്ങനെ ആയാലും അവർക്ക് എന്ത്? അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇറാനിലുള്ള ജൂതന്മാരെയും ഇറാനിലുള്ള ക്രിസ്ത്യാനികളെ അവർ സംരക്ഷിക്കില്ലേ? പലസ്തീനിലുള്ള ക്രിസ്ത്യാനികളെയും പലസ്തീനിലുള്ള ജൂതന്മാരെയും അവർ സംരക്ഷിക്കില്ലേ? അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ജാതീയമല്ല, ജാതി ഇവിടെ ഒരു വിഷയമേ അല്ല. ഇവിടുത്തെ ക്രിസ്ത്യാനി എന്ത് ചെയ്താലും എങ്ങനെയൊക്കെ പോയാലും അവരുടെ ജീവൻ എങ്ങനെ തൂക്കിലേറ്റപ്പെട്ടാലും അവരെ ആരെ നരകത്തിലേക്ക് അയച്ചു കഴിഞ്ഞാലും ഈ അമേരിക്കയ്ക്ക് ഒരു ചുക്കുമില്ല. അതൊന്ന് മാറ്റി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ RSSനെ അമേരിക്ക ഒരു ചുക്കും ചെയ്യാൻ പോണില്ല, ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. Different angles. Don't forget to subscribe and support this channel.